വളരെ പെട്ടെന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ മഴക്കാലത്ത് കർക്കിടക കാപ്പി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തിനാണ്, ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല. അതാണ് നമ്മളിന്നിവിടെ കാണുന്നത്. ഇതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കൂടിയാണ്. ഒരു മാസം കൊണ്ട് എനിക്ക് 4 കിലോ വരെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണിത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം അടുക്കളയിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഈ അത്ഭുത കാപ്പിയിലെ പ്രധാനി നമ്മുടെ സ്വന്തം മല്ലിയാണ്. എല്ലാവരുടെ അടുക്കളയിലുള്ള മല്ലി. ഇതൊരു 2 കപ്പ് മല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. കഴുകിയ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിൽ അഴുക്കുണ്ടാകും. ഇനി ചുക്ക്, ഒരു 4 വലിയ പീസ് ചുക്കാണ് എടുത്തിട്ടുള്ളത്. ചുക്കൊരു ദിവ്യ ഔഷധിയാണ്. ചുക്കില്ലാത്ത കഷായമില്ല എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഒരു 4-5 ഏലയ്ക്ക. ഏലയ്ക്കയാണേലും നല്ല ക്വാളിറ്റിയുള്ള ഏലയ്ക്ക തന്നെ നോക്കിയെടുക്കുക, ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് ടീസ്പൂൺ അളവ് മതി. 2 ടീസ്പൂൺ അളവിലാണ് ഞാൻ കുരുമുളക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിയിട്ട് നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളും എരിവ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് കുടിക്കില്ല. പിന്നെ നമ്മൾ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവ ശരീരബലം വർദ്ധിപ്പിക്കാൻ അത്രമാത്രം നല്ലതാണ്. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ ചെറിയ ജീരകം. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി. ചുക്ക് കാപ്പി എന്നാണല്ലോ പേരിനോട് നീതി പുലർത്തണ്ടേ. സോ കാപ്പിപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഈ കാപ്പിപ്പൊടി ഞാനിവിടെ സാധാരണ ഒരു ബ്രാൻഡിൻ്റെ 2.5 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത്. ബ്രൂ ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് അളവ് കുറച്ചാൽ മതി. ഒരു 1.25-2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ചുക്ക് വറുത്തേക്കാം. ചുക്ക് വറുക്കുമ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞിതാക്കിയിട്ടോ അല്ലെങ്കിൽ ഇടിക്കുന്ന കല്ലിലിട്ടൊന്ന് ചെറുതാക്കിയിട്ടോ വേണം ചുക്ക് വറക്കാൻ. ഇല്ലെങ്കിൽ ഇത് പൊടിക്കുമ്പോൾ പൊടിയില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിക്കകത്തിട്ട് കറക്കിയിട്ട് ഇടരുത്. കാരണം മിക്സിക്കകത്തിട്ട് കറക്കിയിട്ട് വറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ മല്ലി ഇട്ട ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മല്ലി ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ മല്ലിയിൽ ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഈ മല്ലി നല്ലതാണ്. അതുപോലെ നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക് മാത്രമല്ല, നോർമലായിട്ടുള്ളവർക്കും അവരുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹെൽത്തിന് ഈ മല്ലി ഭയങ്കര നല്ല ഒരു കോമ്പൗണ്ടാണ്. പിന്നെ നമ്മൾ മല്ലിയുടെ മണമൊക്കെ ഒന്ന് പതുക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ഉലുവ ഇട്ടു. ഈ ഉലുവയാണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് അത്രമാത്രം ബലം നൽകുന്ന, ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന, ദഹനത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഉലുവ. അപ്പോൾ ഈ ഉലുവയും ഇട്ട് ഉലുവയുടെയും ചെറുതായിട്ട് നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ഏലക്കയും കുരുമുളകും കൂടി ഇട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് മാറും. അപ്പോൾ ഇതിനകത്ത് ഈ ആഡ് ചെയ്യുന്ന ഈ ചുക്കൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ മഴക്കാലത്ത് ശരീരത്തിന് ചൂട് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ചുക്ക്. അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ചുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് ചുക്കും അല്ലെങ്കിൽ ഇഞ്ചി നീര് ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്നത്. അവർ ആ ദഹനം ശരിയാക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലെ പ്രധാനിയായി മല്ലി കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മല്ലി നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെയിറ്റ് ലോസ് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ പരുവമാക്കി, അതായത് പിടിച്ച് ഞെക്കുമ്പോൾ പൊട്ടണ പോലെ തോന്നണം. അതാണ് അതിൻ്റെ പരുവം. അല്ലെങ്കിൽ പൊട്ടുന്ന ടപ്പ് ടപ്പ് എന്ന് ഒച്ച കേൾക്കും. അങ്ങനെ ആകുമ്പോൾ ഇതൊരു പാത്രത്തോട്ട് മാറ്റിയിട്ട് തണുക്കാൻ വെക്കണം. ഫാനിൻ്റെ അടിയിൽ വെച്ചാലും അല്ലാതെ എങ്ങനെയാണെങ്കിലും തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയ ജാർ എടുക്കുന്നതാണ് നല്ലത്. കാരണം നല്ലതുപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം ഇത്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ആ തരികൾ വീണ്ടും അടുത്ത ട്രിപ്പ് പൊടിക്കുന്നതിനകത്തേക്ക് ഇട്ടാൽ മതി. വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ട് ഇഞ്ചി ഉണങ്ങി ചുക്കായിട്ട് മാറുമ്പോഴത്തേക്കും ഈ ജിഞ്ചറോൾ ഷോഗോൾ എന്ന കോമ്പൗണ്ടായി മാറും. ഈ ഷോഗോളിൻ്റെ പ്രത്യേകത, ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതാണ്, ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ളതാണ്, ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ചുക്കിനെ ഒരു മഹാ ഔഷധി എന്നൊക്കെ പറയുന്നത്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇപ്പോൾ ഈ കിട്ടിയ ഈ പൊടിയുണ്ടല്ലോ, ഇനി ഇതിനകത്തേക്ക് കാപ്പിപ്പൊടി ആഡ് ചെയ്യും. കാപ്പിപ്പൊടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ചുക്ക് കാപ്പിപ്പൊടിയാകുന്നത്. എന്നാൽ കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു സ്റ്റേജിൽ ഇതിന് പറയുന്ന പേരാണ് ജാപ്പി. അതായത് കാപ്പിയല്ല, ജാപ്പി. ഈ ജാപ്പിയാണ് ശരിക്കും വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂണോ അല്ല 2 ടീസ്പൂണോ, ഇനി അല്ല കുറച്ച് കൂടുതൽ വേണ്ട ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്ത്
തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് പനിയോ ചുമയോ ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അത്ഭുത പൊടി ഉപയോഗിച്ച് നമുക്കത് നിഷ്പ്രയാസം മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് തുളസി, പനിനീർക്കൂർക്ക, ആടലോടകമൊക്കെ ഇട്ട് തിളപ്പിച്ച് ചെറിയൊരു കഷായം പോലെ ഇച്ചിരി കരിപ്പട്ടിയൊക്കെ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ പനിയൊക്കെ പമ്പ കിടക്കും. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മധുരം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കുടിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഇതെല്ലാ തരത്തിലും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടുള്ള ഒന്നാണ്. ഇതിലുപയോഗിച്ചിട്ടുള്ള ഉലുവ സ്ത്രീകളിൽ മുലപ്പാലുൽപാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കുമൊക്കെ നല്ലതാണ്. പുരുഷന്മാർക്കാണെങ്കിലും ശരീരബലം കൂട്ടാനും ഈ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറ്റാനൊക്കെ ഉലുവ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നമ്മൾ നേരത്തെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ചില്ല് കുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുക. ആവശ്യാനുസരണം നമ്മൾ ചെറിയ ഓരോന്നോരോന്ന് എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇത് വർഷം മുഴുവൻ, പേര് കർക്കിടകപ്പൊടി എന്നാണെങ്കിലും ഇത് വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷുഗർ ചേർക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഇതിനകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റിനും അതിൻ്റേതായ ഔഷധ ഗുണങ്ങളുണ്ട്. ഈ മല്ലിയാണെങ്കിൽ ധാരാളം അയൺ റിച്ച് ആയതുകൊണ്ട് ഇതിൽ നെഞ്ചരിച്ചിലോ ശരീരം പുകച്ചിലോ ഒക്കെ മല്ലി മാറ്റുന്നതായിരിക്കും. ഇനി ഇതൊരു കാപ്പി ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 4 പേർക്കുള്ള കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 ml വീതമുള്ള 2 കപ്പ് എടുത്തിട്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ പൊടി ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിന് ഒരു 250 ml വീതമുള്ള 2 കപ്പ് എടുത്തപ്പോൾ ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അതായത് എൻ്റെ ഒരു കണക്കിൽ 250 ml 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കടുപ്പം കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലിരുന്ന് വേണം ഇത് വേകണം. എങ്കിലേ അതിൽ എല്ലാ ഔഷധ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ളൂ. ഇനി അത് കുറച്ച് മധുരം ഇട്ട് കുടിക്കുന്നവർക്ക് ഞാൻ കരിപ്പെട്ടി എടുക്കാനേ പറയുള്ളൂ. ശർക്കരയേക്കാളും നല്ലത് കരിപ്പെട്ടിയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിത് വെച്ചിട്ടുള്ളതാണ്. കരിപ്പെട്ടി ധാരാളം ഇരുമ്പും അതുപോലെ മറ്റ് മിനറൽസും ഒക്കെ സമ്പന്നമായ ഒന്നാണ്. ഇത് നന്നായി ഇളക്കി ഇതുപോലെ തിളച്ച് കുറച്ച് വറ്റിച്ചെടുത്താൽ അത്രയും നല്ലത്. എന്നിട്ട് ഇത് നമ്മൾ അരിക്കാതെ എങ്ങനെ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് കുടിക്കുമ്പോൾ ഉള്ള ആ തൊണ്ടയുടെ സുഖവും ആ വയറിൻ്റെ സുഖവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒന്നാണ്. അതായത് ഇതിനകത്തുള്ള ഉലുവയൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റും വാതകഫ ദോഷങ്ങളെ നിയന്ത്രിക്കാനൊക്കെ നല്ലതാണ്, ശരീരബലം വർദ്ധിപ്പിക്കാനും ഒക്കെ. അപ്പോൾ ഈ കാപ്പി പണ്ടുകാലം മുതലേ എല്ലാവരും ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളതായിരിക്കും. ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാൻ അറിയില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്നൊരു ഓപ്ഷൻ എടുക്കാനും മറക്കരുത്. എല്ലാവരും ചെയ്തിട്ട് ട്രൈ ചെയ്യൂ.